അമ്മയുടെ പ്രസിഡന്റ് പദവിയിൽ നിന്ന് നടൻ മോഹൻലാൽ മാറുമോ എന്നുള്ളതാണ് പൊതുവെ സിനിമാ മേഖല ചർച്ച ചെയ്യുന്ന വിഷയം. മോഹൻലാൽ മാറുന്നത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ്. നിരന്തരം ആരോപണങ്ങൾ വരികയാണ്. നടി ആക്രമിക്കപ്പെട്ട ആ ദിവസം മുതൽ അമ്മ മീൻസ് സ്വന്തം അമ്മയല്ല, അമ്മ എന്ന സിനിമാ പ്രവർത്തകരുടെ സംഘടനയ്ക്ക് തലവേദനയാണ്. സിനിമാക്കാർക്ക് ഒന്നടങ്കം തലവേദനയാണ്. അപ്പോൾ ചിലർ പറയുന്നു അന്ന് ആക്രമിക്കപ്പെട്ട നടിയുടെ ധീരതയാണ്, അല്ലെങ്കിൽ അവരുടെ കണ്ണകി ശാപം പോലുള്ള ഉറച്ച നിലപാടുകളാണ് ഇന്നത്തെ ഈ ഒരു പ്രതിസന്ധിയല്ല, ഇങ്ങനൊരു ശുദ്ധികലശത്തിന് കാരണമായി തീർന്നത് എന്ന് പറയുന്നു. പ്രതിസന്ധി എന്ന വാക്ക് ഞാൻ പ്രയോഗിച്ചത് പല ആളുകൾക്കും പ്രതിസന്ധിയാണ്, എന്നാൽ ഇതൊരു ശുദ്ധികലശമാണ് എന്നതാണ് യാഥാർത്ഥ്യം. നടൻ മോഹൻലാൽ ഇക്കാര്യം അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരുവായ ഒരാളോട് ചോദിച്ചുവെന്ന് മുതിർന്ന ഒരു നടനുമായി, മുതിർന്ന നടൻ എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയോട് ആലോചിച്ചു എന്നുമാണ് പുറത്തു വരുന്ന വാർത്തകൾ. മമ്മൂട്ടിയോട് പറഞ്ഞത് ഇത്രേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇങ്ങനെ നിരന്തരം ആരോപണം വരുമ്പോൾ തനിക്ക് തൻ്റെ സിനിമ പോലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, തൻ്റെ കരിയറിനെ ബാധിക്കുന്നു. അത് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രസിഡന്റ് പദവി എന്നതായിരിക്കണം മോഹൻലാലിൻ്റെ ആശങ്ക. ഏതായാലും കഴിഞ്ഞ അമ്മ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഏകദേശം 2 മാസത്തോളം ആകുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ഈ ഒരു സിദ്ദിഖിൻ്റെ രാജി വരുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്, റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ വരുന്നത്. എന്തിന് സംവിധായകൻ രഞ്ജിത്തിൻ്റെ രാജി അക്കാദമിയിൽ നിന്നാണെങ്കിൽ പോലും സിനിമാ പ്രവർത്തകർക്ക് ഒന്നടങ്കം ഏറ്റ അടി തന്നെയാണത്. ഇനിയും വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ വെളിപ്പെടുത്തലുകളിൽ നടൻ ജയസൂര്യക്കെതിരെ ആരോപണമുണ്ട്, ഇടവേള ബാബുവിനെതിരെ ആരോപണമുണ്ട്, മണിയൻപിള്ള രാജുവിനെതിരെ ആരോപണമുണ്ട്, നടനും MLA ശ്രീ മുകേഷിനെതിരെ ആരോപണമുണ്ട്. അങ്ങനെ ആരോപണങ്ങളുടെ ശരവർഷമാണ് നടക്കുന്നത്. ഇങ്ങനെ നടക്കുമ്പോൾ ഇതിനകത്ത് നിഷ്പക്ഷമായ അന്വേഷണം വേണം. നിഷ്പക്ഷമായ അന്വേഷണത്തിന് ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ കൃത്യമായ മൊഴി കൊടുക്കണം. പുറത്തു നിന്നുള്ള പരാതികളും ധാരാളം ലഭിക്കുന്നുണ്ട്. ഒരു എറണാകുളംകാരൻ സിദ്ദിഖിനെതിരെയും രഞ്ജിത്തിനെതിരെയും നിയമ നടപടി ആവശ്യപ്പെട്ട് പരാതി കൊടുത്ത കാര്യം നമുക്ക് അറിയാം. ഇങ്ങനെ പുറത്തു നിന്നുള്ള പരാതികൾ, ഇനി ആളുകളുടെ മൊഴിയെടുപ്പ്, അതിനിടയ്ക്ക് സർക്കാർ മുതിർന്ന IPS ഉദ്യോഗസ്ഥരെയൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ സാധ്യതകൾ മങ്ങുന്നില്ല. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് ജസ്റ്റിസ് ഹേമ സമർപ്പിച്ച റിപ്പോർട്ട്, ആ പഠനത്തിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ്, അതിൻ്റെ ആശയം, അതിനെയൊക്കെ ദുർബലപ്പെടുത്തുന്ന തരത്തിൽ പലരും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ശരിയായിരുന്നില്ല. ഇനി അത് കൃത്യമായി നടപ്പിലാക്കണമെന്ന സന്ദേശമാണ് ഉയർന്നു വരുന്ന ചർച്ചകൾ ഓരോന്നും സൂചിപ്പിക്കുന്നത്. ഇനി നടൻ മോഹൻലാൽ രാജിവെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ സ്ഥിതി എന്താകും? ഇനിയിപ്പോൾ നാളെ അമ്മയുടെ ജനറൽ ബോഡി, അതായത് എക്സിക്യൂട്ടീവ് കൗൺസിൽ ചേരുകയാണ്, എക്സിക്യൂട്ടീവ് യോഗം ചേരുക നിർണായകമാണ്. അതിനകത്ത് ഒരുപക്ഷെ മോഹൻലാൽ രാജി പ്രഖ്യാപിച്ചേക്കാം. ഇപ്പോൾ സ്ഥാനത്തുള്ള ജനറൽ സെക്രട്ടറിയാണ് രാജിവെച്ച് പോയത് നടൻ സിദ്ദിഖ്. ബാബുരാജാണ് അടുത്ത ജോയിന്റ് സെക്രട്ടറി. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഇതൊരു ദന്തഗോപുരമാണ്, ഇതിനകത്താണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വെള്ളി വെളിച്ചം പുറമേ ഉണ്ടെങ്കിലും ഇതിനകത്ത് രഹസ്യങ്ങൾ ധാരാളമുണ്ട് എന്നാണ് ഈ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് ഇത്തരം ദുരൂഹതകൾ അവശേഷിപ്പിക്കുന്നത്? എന്തിന് ഇങ്ങനെയുള്ള ഇതൊക്കെ ഒന്ന് തണുക്കട്ടെ, തണുത്ത ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് വയ്ക്കാം, തെരഞ്ഞെടുപ്പ് വെച്ച ശേഷം വേണമെങ്കിൽ സ്ഥാനം ഏറ്റെടുക്കാം എന്ന തരത്തിലാണ് മോഹൻലാലിൻ്റെ ചിന്ത. നടൻ മോഹൻലാൽ കൂടി അമ്മയുടെ നേതൃസ്ഥാനത്ത് നിന്ന് രാജിവെച്ചാൽ അമ്മ എന്ന സംഘടന വലിയ പിളർപ്പിലേക്കും വലിയ അനിശ്ചിതത്വത്തിലേക്കും പോകുമെന്ന് പലരും പറയുന്നു. ഇതിനിടെ സിദ്ദിഖിന്റെ രാജിയിൽ പ്രതികരിച്ചില്ലെങ്കിലും സിദ്ദിഖിന്റെ രാജിയിലേക്ക് വഴിവെച്ച ഒരു ഒളിയം പെയ്തത് നടൻ ജഗദീഷാണ്. നടൻ ജഗദീഷിന്റെ ഉദ്ദേശശുദ്ധിയിൽ പലർക്കും സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളൊക്കെ ന്യായവുമാണ്. എങ്കിലും ജഗദീഷ് സിദ്ദിഖിന്റെ രാജിയിൽ പ്രതികരിക്കാൻ നിന്നില്ല. തുടർന്ന് ജഗദീഷ് പറഞ്ഞ മറ്റൊരു കാര്യം, താനും വൈസ് പ്രസിഡന്റ് പദം രാജിവെക്കാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടൻ പൃഥ്വിരാജോ നടൻ കുഞ്ചാക്കോ ബോബനോ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന ആഗ്രഹം മുതിർന്ന താരങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ അവർ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും ആരോപണങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നു. ആർക്കെതിരെ എവിടെ നിന്നാണ് ഒളിയമ്പ് വരിക എന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. ആരൊക്കെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഈ ആരോപണം ഉന്നയിക്കാൻ പാകത്തിലുള്ള ആളുകളെ കൊണ്ടുവരുന്നത് എന്ന കാര്യത്തിലും അജ്ഞതയുണ്ട്. ഇവരൊക്കെ സ്വമേധയാ തന്നെയാണോ ഇതൊക്കെ പറയുന്നത് എന്ന കാര്യത്തിലും അജ്ഞതയുണ്ട്. നേരത്തെ ഒരു നടൻ സൂചിപ്പിച്ചതുപോലെ, ഒരു നടനല്ല ഒരു ഫാഷൻ ഡിസൈനർ സൂചിപ്പിച്ചതുപോലെ, ഈ WCC എന്ന് പറയുന്നത് ഇങ്ങനെ ആരോപണങ്ങൾ, അതായത് മീടു ആരോപണം ഉന്നയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമായി മാറിക്കൊണ്ടിരിക്കുന്നത് അത് ശരിയല്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ചലച്ചിത്ര മേഖലയിൽ ഒരു ശുദ്ധികലശം നടക്കുകയാണ്. അവിടെ ചിലർ അടിതെറ്റി വീഴാം, അത് ശുദ്ധികലശത്തിൻ്റെ ഭാഗമായി അടിതെറ്റി വീഴും എന്ന കാര്യത്തിലും തർക്കമില്ല.
ഇനി പോലീസ് കേസ് ഉണ്ടാവുകയാണെങ്കിൽ ചിലരൊക്കെ വിചാരണ നേരിടും. ഈ കുറ്റങ്ങളൊക്കെ നിലനിൽക്കുന്നതാണോ എന്ന് നിയമപരമായി പരിശോധിക്കപ്പെടും. ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു വരാൻ ഇവരൊക്കെ കുറ്റവിമുക്തരാണ് അല്ലെങ്കിൽ കുറ്റവാളികളാണ് എന്ന് തെളിയാനോ കുറ്റവിമുക്തരാണെന്ന് തെളിയിക്കപ്പെടാനോ കാലം കുറേ എടുക്കും. അപ്പോൾ ഈ ഏറ്റ പാപക്കറയും ഈ രക്തക്കറയും ഒക്കെ ഇവരുടെ മുഖത്തും ശരീരത്തുമൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ കുപ്പായത്തിലുമൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് മോഹൻലാൽ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ നാണം കെട്ട് ഈ ഒരു സ്ഥാനത്തിരിക്കുന്നത്, ഇറങ്ങി മാറി നിൽക്കാം, മാറി നിന്നിട്ട് ഇതൊക്കെ ഒന്ന് ആറി തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന തരത്തിലുള്ള മോഹൻലാലിൻ്റെ ചിന്ത മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ആത്മീയ ഗുരുവിനോട് ഇക്കാര്യം അന്വേഷിച്ചിരുന്നു. എന്താണ് ഉത്തരം ലഭിച്ചത് നമുക്കറിയില്ല. ഏതായാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിന് ശേഷം മോഹൻലാലിൻ്റെ രാജി പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗം, ശക്തമായ ഒരു വിഭാഗം മറുവശത്തുണ്ട്. അതുപോലെ മോഹൻലാൽ പോകുന്നതിനോട് എതിർപ്പുള്ള ആളുകളുമുണ്ട്. അതിനകത്ത് നടിമാരുമുണ്ട്, നടന്മാരുമുണ്ട്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതിലും നടന്മാരും നടിമാരും ഉണ്ടെന്ന് നടി ശ്വേതാ മേനോൻ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് പുരുഷ മേധാവിത്വം മാത്രമല്ല, സ്ത്രീകൾക്കും മേധാവിത്വമുണ്ട്, അപ്രമാദിത്വമുണ്ട് അമ്മ എന്ന സംഘടനയിൽ. ഈ സമ്പത്ത് കുമിഞ്ഞുകൂടുമ്പോൾ, സമ്പത്ത് ഒത്തിരിയാകുമ്പോൾ, അവർക്ക് തുറന്നു പറയാനുള്ള വേദികൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ തുറന്നു പറയുകയും അവരുടെ സ്വന്തം കരുത്ത് പ്രകടമാക്കാൻ കരുത്തുറ്റ ആളുകളും ഉള്ളപ്പോൾ അവർക്കും ഒരു പവർ ഗ്രൂപ്പൊക്കെ ആകാം, അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് ഉണ്ടാകാം. അതാണ് ശ്വേതാ മേനോൻ പങ്കുവയ്ക്കുന്ന ആശയം. അങ്ങനെ നോക്കുമ്പോൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു 15 പേർ മാത്രമല്ല, ആ 15 പേരിൽ സ്ത്രീകൾ ഉൾപ്പെടാം. ചിലപ്പോൾ വേറെയും പവർ ഗ്രൂപ്പുകൾ ഉണ്ടാകാം സിനിമയിൽ തന്നെ. നമുക്ക് ഈ നവഗ്രഹങ്ങൾ എന്ന് പറയാം, ഉപഗ്രഹം എന്നൊക്കെ പറയുന്ന പോലെ പല ഉപഗ്രഹങ്ങളും ഉണ്ടാകാം, നമുക്കറിയില്ല. ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം പോലെ നമുക്കറിയില്ല, അജ്ഞാതമാണ്. നമ്മൾ പുറത്തു നിൽക്കുന്ന ആളുകളാണ്. നമുക്കിതൊക്കെ വെള്ളി വെളിച്ചത്തിൽ വെള്ളിത്തിരയിൽ ഇവരുടെ ആട്ടവും പാട്ടും മാത്രമേ നമുക്ക് പരിചിതമായിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നത് ഇവരെന്തെങ്കിലും പുറത്ത് പറയുന്ന പത്രസമ്മേളനത്തിലോ അല്ലെങ്കിൽ ഇവരുടെ സിനിമ റിവ്യൂവിന് വരുമ്പോഴോ ഉണ്ടാകുന്ന തമാശകളും അതൊക്കെ മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. ഇതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ മുന്നിൽ വന്ന് പറയുമ്പോൾ, ആരെങ്കിലും വെളിപ്പെടുത്തുമ്പോൾ മാത്രമാണ് നടുക്കം നമുക്ക് ഉണ്ടാകുന്നത്. ഏതായാലും ആ നടുക്കം താങ്ങാൻ മോഹൻലാൽ ഇനി ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് ആശങ്ക. മോഹൻലാൽ ഉണ്ടായാൽ അത് അമ്മയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ഒരു വിഭാഗം ശക്തമായി വാദിക്കുന്നു. മോഹൻലാൽ മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് മറ്റൊരു വിഭാഗവും പറയുന്നുണ്ട്. ഏതായാലും മോഹൻലാലിന്റെ തീരുമാനം നിർണായകമാകും. ഒപ്പം മോഹൻലാലിന് ശ്രീ മമ്മൂട്ടി കൊടുക്കുന്ന ഉപദേശവും നിർണായകം ആവുക തന്നെ ചെയ്യും.